ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ GPS സർവേയിങ്ങിൻ്റെ മെത്തേഡ്സ് ആണ് പഠിക്കുന്നത്. സോ GPS സർവേയിങ്ങിന് ബേസിക് ആയിട്ട് രണ്ട് സിസ്റ്റമാണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് പോയിന്റ് പൊസിഷനിങ് ഓർ അബ്സല്യൂട്ട് പൊസിഷനിങ്. സെക്കൻഡ് വൺ ഇസ് റിലേറ്റീവ് പൊസിഷനിങ്. പോയിന്റ് പൊസിഷനിങ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. The position of an object is determined with respect to a well-defined coordinate by using a single GPS receiver and by making observation to 4 or more satellites. അപ്പോൾ പോയിന്റ് പൊസിഷനിങ്ങിൽ ഒരു GPS റിസീവർ ഉണ്ടാവും, 4 or more സാറ്റലൈറ്റ്സിൻ്റെ ഹെൽപ്പോട് കൂടി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പോഗ്രാഫിയുടെ പോയിൻറ്റ്സ് ഫിക്സ് ചെയ്യാനായിട്ട്, പോയിൻറ്റ്സ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പോയിന്റ് പൊസിഷനിങ് ഓർ അബ്സല്യൂട്ട് പൊസിഷനിങ്. സെക്കൻഡ് വൺ ഇസ് റിലേറ്റീവ് പൊസിഷനിങ്. ഇതെന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ്സ് ആണ്. ഇഫ് ദ കോർഡിനേറ്റ്സ് ആർ ഡിറ്റർമിൻഡ് വിത്ത് റെസ്പെക്ട് ടു എ നോൺ പോയിന്റ് ബൈ ഒബ്സർവേഷൻ ടു 4 or more satellites by 2 receivers placed at the point simultaneously. അപ്പോൾ റിലേറ്റീവ് പൊസിഷനിങ് എങ്ങനെയാണ്? 2 റിസീവേഴ്സ് കാണും, 4 or more സാറ്റലൈറ്റ്സ് ഈ ഏത് പോയിന്റിനെയാണോ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യാനുള്ള അവിടുത്തെ കോർഡിനേറ്റ്സ് ഡിറ്റർമിൻ ചെയ്യും. എന്നിട്ട് ഈ 4 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള സാറ്റലൈറ്റ് വഴി ഈ റിസീവേഴ്സ് ഈ സിഗ്നൽ റിസീവ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് റിലേറ്റീവ് പൊസിഷനിങ്. അതായത് കമ്പയറിങ് 2 റിസീവേഴ്സ് വെച്ചിട്ട് കോർഡിനേറ്റ് ഏത് പൊസിഷൻ്റെ ആണോ, ഏത് പോയിന്റിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പൊസിഷനാണോ ഡിറ്റർമിൻ ചെയ്യാനുള്ളത് അത് ഈ സാറ്റലൈറ്റ് വഴി സിഗ്നൽ പാസ് ചെയ്ത് ഈ റിസീവർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസീവർ ഈ കോർഡിനേറ്റ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പയർ ചെയ്ത് ഏതാണ് നല്ലത്, ആക്യുറേറ്റ് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് റിലേറ്റീവ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളുടെ സിലബസിൽ പല സർവിങ് മെത്തേഡ്സ്, GPS സർവിങ് മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഫസ്റ്റ് വൺ ഇസ് സ്റ്റാറ്റിക് സർവേയിങ്, ദെൻ റാപ്പിഡ് സർവേയിങ്. ഓക്കെ, സ്റ്റാറ്റിക്, റാപ്പിഡ്, കൈനമാറ്റിക്, ഇത് മൂന്നുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സ്റ്റാറ്റിക് സർവേയിങ് ട്രഡീഷണൽ സ്റ്റാറ്റിക് സർവേയിങ് ആണ്. റാപ്പിഡ് സർവേയിങ്ങിൽ ഏതെങ്കിലും 2 മെത്തേഡ് അല്ലെങ്കിൽ ഒരു മെത്തേഡ്. റീ ഓക്കുപ്പേഷൻ മെത്തേഡ് നിങ്ങളുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല, സോ അത് നോക്കണ്ട. ദെൻ കൈനമാറ്റിക് മെത്തേഡ്, അതിലും ഏതെങ്കിലും ഒരു 2 മെത്തേഡ്. ഓക്കെ, സോ ഓരോന്നായിട്ട് നോക്കാം. സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൈമറി ടെക്നിക്കാണ്. ലോങ് ഒബ്സർവേഷൻ ടൈം ആണ് ഈ സ്റ്റാറ്റിക് മെത്തേഡിൽ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ റാപ്പിഡ് മെത്തേഡിൽ എന്തായിരിക്കും? ഒബ്സർവേഷൻ ടൈം കുറവായിരിക്കും. ഇതിന് 1 to 2 hours ആണ് ഒബ്സർവേഷൻ ടൈം ഉള്ളത്. ഇത് ഒരു റിലേറ്റീവ് പൊസിഷനിങ് മെത്തേഡാണ് ഈ സ്റ്റാറ്റിക് മെത്തേഡ്. അതുകൊണ്ട് എന്താണ്, അറ്റ്ലീസ്റ്റ് 2 റിസീവേഴ്സ് കളക്ട് കാരിയർ ഫേസ് ഡേറ്റ. ഇപ്പോൾ കാരിയർ ഫേസ് ഡേറ്റ കളക്ട് ചെയ്യാൻ 2 റിസീവേഴ്സ് ഉണ്ടാവും ഇൻ സ്റ്റേഷനറി ഓർ സ്റ്റാറ്റിക് മോഡ്. അപ്പോൾ റിസീവേഴ്സ് എന്ത് മോഡിലായിരിക്കും? സ്റ്റാറ്റിക് മോഡിലാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഫോർ എ ലോങ് ഡ്യൂറേഷൻ ഓഫ് ടൈം. Okay, then it offers high accuracy of 1 centimeter to 0.1 centimeter over long distances like 10 kilometer. ഇപ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷൻ ഒബ്ജക്റ്റ്, 2 ഒബ്ജക്റ്റ് തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണെങ്കിലോ പൊസിഷൻ 10 കിലോമീറ്റേഴ്സിന് അവർ ആക്യുറസി ആക്കി അതായത് റെഡ്യൂസ്ഡ് സ്കെയിലാക്കി മാറ്റും. അത്രയും ആക്യുറസി ആയിട്ടാണ് ഈ സ്റ്റാറ്റിക് മെത്തേഡ് ക്യാരി ഓവർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, 1 centimeter to 0.1 centimeter over long distance like 10 kilometers. ഓക്കെ, ദെൻ 2 ഇതിനകത്ത് പറഞ്ഞു ഇത് റിലേറ്റീവ് പൊസിഷനിങ് ആയതുകൊണ്ട് 2 GPS റിസീവേഴ്സ് ഉണ്ട്. അത് ഈ GPS ബേസ് ലൈൻ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്. അപ്പോൾ ബേസ് ലൈൻ എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ് ലൈൻ ബിറ്റ്വീൻ എ പെയർ ഓഫ് GPS റിസീവേഴ്സ് ഈസ് കോൾഡ് ബേസ് ലൈൻ. ദെൻ ഇത് ഈ സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡാണ് ഫോർ ലൈൻസ് ഓവർ 20 kilometer. 20 kilometers കൂടുതലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡാണ് ഇത് സ്റ്റാറ്റിക് മെത്തേഡ്. Then GPS receiver pairs are set up over stations of either known or unknown locations. Then one of the receivers is placed on point whose coordinates are known. അതിനെ പറയുന്ന പേരാണ് റെഫറൻസ് റിസീവർ എന്ന്. ദെൻ രണ്ടാമത്തെ റിസീവർ അതിൻ്റെ കോർഡിനേറ്റ്സ് അറിയാത്ത അൺനോൺ കോർഡിനേറ്റ്സിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ള, അതിനെ പറയുന്ന പേരാണ് റോവർ റിസീവർ. അപ്പോൾ റെഫറൻസ് റിസീവർ എന്താണ്? 2 റിസീവർ ഉണ്ട്. അതിനകത്ത് ഒരെണ്ണം നോൺ കോർഡിനേറ്റ്സിൽ പ്ലേസ് ചെയ്തിട്ടുള്ള റിസീവറിനെ റെഫറൻസ് റിസീവർ എന്ന് പറയും. അൺനോൺ കോർഡിനേറ്റിൽ പ്ലേസ് ചെയ്തിട്ടുള്ള റിസീവറിനെ റോവർ റിസീവർ എന്ന് പറയും. ഓക്കെ, ദെൻ ബോത്ത് റിസീവേഴ്സ് മസ്റ്റ് റിസീവ് സിഗ്നൽ ഫ്രം ദ സെയിം 4 or more സാറ്റലൈറ്റ്സ് ഫോർ എ പീരീഡ് ഓഫ് ടൈം. ഇതിനകത്ത് പറഞ്ഞുവല്ലോ, ഈ സാറ്റലൈറ്റ് ഏത് ഒബ്ജക്റ്റിനെയാണോ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യാനുള്ളത് അത് സാറ്റലൈറ്റ് ആണ്
അനലൈസ് ചെയ്യുന്നത്. അങ്ങനെ കരിയർ വേവ്സ് ആയിട്ട് സിഗ്നൽസ് റിസീവ് ചെയ്യുന്ന ഈ സാറ്റലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ റിസീവ് ചെയ്യുന്നതാണ് ഈ 2 റിസീവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോങ് ഡ്യൂറേഷൻ പീരീഡ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പീരീഡ് ഫ്യൂ മിനിറ്റ്സ് ടു സെവറൽ അവേഴ്സ് ടൈം പീരീഡിൽ ഈ സാറ്റലൈറ്റ്സ് എന്ത് ചെയ്യും, ഈ പൊസിഷൻ ചെയ്ത് ഈ റിസീവേഴ്സിലോട്ട് സിഗ്നൽ പാസ് ചെയ്യിക്കും. ഇപ്പോൾ റിസീവർ കറസ്പോണ്ടിംഗ്ലി ആ സിഗ്നൽസ് റിസീവ് ചെയ്യും. ഓക്കെ, സോ റിക്വയർമെൻറ്റ്സ് ഫോർ സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? മോർ ദാൻ 1 റിസീവർ, ഒരു റെഫറൻസ് റിസീവറും ഒരു റോവർ റിസീവറും വേണം. ദെൻ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഡയറക്റ്റ് സിഗ്നൽസ് ഫ്രം 4 or more satellites. ദെൻ അൺഒബ്സ്ട്രക്റ്റഡ് സ്കൈ എബോവ് ദ സ്റ്റേഷൻ ടു ബി ഓക്യുപ്പൈഡ്. അപ്പോൾ അതായത് 4 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സാറ്റലൈറ്റ്സ് എന്നുള്ള സിഗ്നൽ റിസീവ് ചെയ്യാനുള്ള പാകപ്പെട്ടിട്ടുള്ളതായിരിക്കണം സ്റ്റാറ്റിക് മെത്തേഡിൽ യൂസ് ചെയ്യുന്ന റിസീവേഴ്സ്. ആ സമയത്ത് സ്കൈ ആകാശം അൺഒബ്സ്ട്രക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, ഏത് സ്റ്റേഷനിലെ പൊസിഷനാണോ ഡിറ്റർമിൻ ചെയ്യാനുള്ളത്, എവിടെയാണോ റിസീവർ സ്റ്റേഷൻ ഉള്ളത്, അവിടുത്തെ സ്കൈ അൺഒബ്സ്ട്രക്റ്റഡ് ആയിരിക്കണം. ദെൻ പവർ സപ്ലൈ കൊടുക്കണം. ഈ ഒബ്സർവേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ഇനഫ് പവർ സപ്ലൈ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ദെൻ ഇനഫ് മെമ്മറി സ്പേസ് ടു സ്റ്റോർ ഓൾ ദ ഡേറ്റ ഫോർ പോസ്റ്റ് പ്രോസസ്സിങ്. ഇത് കഴിഞ്ഞിട്ട് ആ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് മെമ്മറി സ്പേസ് വേണം. ദെൻ പവർ സപ്ലൈ നമ്മൾ കൊടുക്കണം. ദെൻ അൺഒബ്സ്ട്രക്റ്റഡ് സ്കൈ ആയിരിക്കണം. ദെൻ ഇതിന് 4 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള സാറ്റലൈറ്റ്സ് എന്നുള്ള സിഗ്നൽസ് റിസീവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണം. 2 റിസീവർ ഉണ്ടാവണം. ഇതാണ് സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് GPS മെത്തേഡിലെ റിലേറ്റീവ് പൊസിഷനിങ്ങിൽ ഉള്ള ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ്. ഓക്കെ, സോ അടുത്തത് റാപ്പിഡ് മെത്തേഡാണ്. ഇതെന്ന് പറഞ്ഞാൽ ടു മെഷർ ഷോർട്ട് ബേസ് ലൈൻസ്, അതായത് ഇത് 20 കിലോമീറ്റേഴ്സ് ആണെങ്കിൽ ഇത് അപ് ടു 15 കിലോമീറ്റേഴ്സ് ബേസ് ലൈൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് റാപ്പിഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. It is and determine positions up to centimeter level with a short observation time of about 5 to 20 minutes. മറ്റേത് 1 to 2 hours ആയിരുന്നെങ്കിൽ ഇത് ഷോർട്ട് പീരീഡിൽ തന്നെ ഒരു അപ് ടു 15 കിലോമീറ്റേഴ്സ് ബേസ് ലൈൻ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് റാപ്പിഡ് സർവേയിങ് അല്ലെങ്കിൽ റാപ്പിഡ് മെത്തേഡ് ഇൻ GPS സർവേയിങ്. ദെൻ ഇതിനകത്ത് റെഫറൻസ് പോയിന്റ് ഇസ് ചോസൺ ആൻഡ് 1 or more റോവേഴ്സ് ഓപ്പറേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്. റോവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അൺനോൺ കോർഡിനേറ്റ്സിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന റിസീവർ ആയിരിക്കണം. അപ്പോൾ ഒരു റെഫറൻസ് പോയിന്റ് നമ്മൾ ചൂസ് ചെയ്തിട്ട് ഒന്നല്ലെങ്കിൽ അതിൽ കൂടുതൽ റോവർ റിസീവർ അവിടെ ഓപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ റെഫറൻസ് റിസീവർ ഈസ് സെറ്റപ്പ് അറ്റ് എ നോൺ പോയിന്റ്. അപ്പോൾ അത് ഓൾറെഡി അറിയാം, റെഫറൻസ് റിസീവർ നോൺ കോർഡിനേറ്റ് സിസ്റ്റത്തിലായിരിക്കും സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്.